ഞങ്ങളിതിനെതിരെ നേരത്തെ 2 വട്ടം ഈ രീതിയിലുള്ള ചോർച്ച ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചവരാണ്, പ്രതിഷേധിച്ചവരാണ്. പക്ഷെ അതിൻ്റെ ഒരു ഗൗരവം ഭരിക്കുന്നവർ കാണിക്കുകയും അത് ആ രീതിയിൽ അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും വരേണ്ടുന്ന വലിയൊരു ചുമതലയാണ്. ഇപ്പം നമ്മൾ ഒരു കാരണവശാലും ഭയക്കുന്നില്ല. ഇപ്പം ആരെങ്കിലും ഒന്ന് അധ്യാപകരായാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകരാവണം അല്ലെങ്കിൽ അധ്യാപകരായിരിക്കും എന്ന് നേരത്തെ ഒരു സാമാന്യവൽക്കരണം നടത്തി പറഞ്ഞ രീതിയോട് എനിക്ക് യോജിപ്പില്ല. അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടേ ഉള്ളൂ. ആരാണ് കുറ്റവാളി എന്ന് കണ്ടെത്തി ഈ ആളെ ആദ്യം കണ്ടെത്തി അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാൽ ഇത് കിട്ടാവുന്നതേ ഉള്ളൂ. അതുവരെ കാത്തിരിക്കാതെ അധ്യാപകരാണ്, DU ആണ്, DD ആണ് എന്നൊക്കെ പറഞ്ഞ് പൊതുവേ അധ്യാപകരെ കുറ്റവാളികളാക്കുന്ന ഒരു രീതി ശരിയല്ല. ഇത് നേരത്തെ ഉണ്ടായതാണ്. നമ്മളെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഭരണത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് ആരൊക്കെയോ തട്ടിപ്പ് നടത്തി. അതാരാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. അങ്ങനെ സർക്കാരിൻ്റെ ചുമതല സർക്കാർ ഏറ്റെടുക്കാതെ ജീവനക്കാരെയും അധ്യാപകരെയും മുഴുവനായും കുറ്റവാളികളാക്കുക എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി ആയാലും ശരി, ഗവൺമെൻറ് ആയാലും ശരി നിലപാടെടുക്കുന്നത് ശരിയല്ല. ഇവിടെ തെറ്റ് ചെയ്തവരുണ്ടാവും. ഇത് പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് പോയിട്ടുണ്ട്, പ്രിൻറ്റിംഗ് പ്രസ്സിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ഈ ഫാക്കൽറ്റികൾ നേരത്തെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം വിതരണത്തിനായി പോയിട്ടുണ്ട്. ഇതിലെവിടെയാണ് എന്നുള്ളത് അന്വേഷിച്ച് ജനങ്ങളോടും അതുപോലെ പൊതുവിദ്യാഭ്യാസ മേഖലയോടും ഇത് സ്നേഹിക്കുന്നവരോടും ഒക്കെ മറുപടി പറയേണ്ടത് സർക്കാരാണ്. ആ സംവിധാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് ഗൗരവതരമായി എടുത്തില്ല. ഇനി കുറ്റവാളികൾ ആരായാലും ശരി, അത് അധ്യാപകരായാലും ശരി, അവർക്കെതിരെ കർശനമായി ഈ പറയുന്ന അധ്യാപകരടക്കമുള്ളവർ തയ്യാറാക്കുന്ന ചോദ്യപേപ്പറുകൾ അത് ഏത് പ്രിന്റിംഗ് പ്രസ്സിൽ ഏൽപ്പിക്കണമെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് ആരാണ്? ഇത് സംബന്ധിച്ച് സത്യത്തിൽ ഗവൺമെൻറ് തലത്തിൽ ഉള്ള ഏജൻസികളുമായിട്ട് ഒരു സമായോജനവും ഇല്ല. ഇപ്പോൾ ഇവിടെ SCRT ഉണ്ട്, DD ഓഫീസും അതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റും ഉണ്ട്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ട്. ഇതൊക്കെ ഒന്നിച്ചു ചേർത്ത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഒന്നിച്ചാക്കി എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ ഹയർ സെക്കൻഡറിൻ്റെ പരീക്ഷാ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് തന്നെയാണ്, ആ പരീക്ഷാ വിഭാഗമാണ്. അതിൻ്റെ ഫാക്കൽറ്റികളെ കൊടുക്കുന്നത് ഹയർ സെക്കൻഡറിയാണ്. SCRT നോക്കൂത്തിയായി നിൽക്കുകയാണ്. അതിൽ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വേറെ നേരിട്ട് പങ്കൊന്നുമില്ല. അവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്തി പോവുക എന്നുള്ളൊരു ചുമതല മാത്രമാണ് ഇപ്പോൾ SCRT നിർവഹിക്കുന്നത്. ഡയറ്റുകളുടെ മുകളിൽ SCRTക്ക് നിയന്ത്രണം ഇല്ല. അത് പറയുന്നത് SSK ആണ് 1 മുതൽ 7 വരെ ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സമായോജനമോ ഇതൊരു ഗൗരവതരമായി കണ്ടുകൊണ്ട് ഒരുമിച്ചാക്കി ചെയ്യുന്നതിനോ ഇതിൻ്റെ കൃത്യമായ നിയന്ത്രണം ഏതെങ്കിലും ഒരു ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്നതിനോ ഒന്നും സർക്കാരിന് താല്പര്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു അലംഭാവത്തോടു കൂടി വേണ്ടത്ര ഗൗരവ സ്വഭാവത്തോടെ കാണാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകുന്നത്. ഇതാരോട് ചോദിച്ചിട്ടാണ് CAPTന് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ഏജൻസിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് കൊണ്ടുപോകാൻ വാഹന സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ ഏജൻസി തന്നെയാണ്, അതിലൊന്നും കുഴപ്പമില്ല. ഇപ്പുറത്ത് KPBS ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചോർച്ചയ്ക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൃത്യമായ ഗവേഷണ ഏജൻസികളും മറ്റ് ഏജൻസികളും ഉള്ളിടത്താണ് ഈ സംഭവങ്ങൾ. ഇനി പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്നു, 2 സെറ്റ് പരീക്ഷാ പേപ്പർ അല്ലല്ലോ. ഡയറ്റിന് വേണമെങ്കിൽ 8, 9, 10 ക്ലാസ്സുകളിലേക്ക് നിരവധി ചോദ്യ പേപ്പറുകൾ ഉണ്ടാക്കാം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാം. എന്നിട്ട് ജില്ലകളിൽ വിതരണം ചെയ്യുന്നത് പ്രത്യേകമാക്കാം. അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഏറ്റവും നൂതനമായ ഒരുപാട് സാങ്കേതിക വിദ്യകൾ കയ്യിലുണ്ടാവുമ്പോഴാണ് ഈ പരമ്പരാഗതമായിട്ട് നേരത്തെ തന്നെ ചെയ്തു പോരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സർക്കാർ വീണ്ടും അപകടത്തിൽ പോകുന്നത്. എന്നിട്ട് അത് ഒരു പ്രാവശ്യം ഒരു തെറ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് ഗൗരവതരമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. അത് നടന്നിട്ടില്ല.